ഇനി അങ്ങോട്ട് മഴക്കാലമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചെടികൾക്കെങ്കിലും നന്നായിട്ട് ഡ്രെയിനേജ് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഇത് വെള്ളം നിന്ന് ചീയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ടേർട്ടിൽ വെയിനും അതുപോലെയുള്ള വാട്ടറി ആയിട്ടുള്ള സ്റ്റെമ്മുകളുള്ള പ്ലാന്റ്സിനാണെങ്കിൽ ദയവ് ചെയ്ത് നന്നായിട്ട് നമ്മൾ ഡ്രെയിനേജ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അത് ചീഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇത് ഹാങ് ചെയ്തിടുന്ന ഒരു ചെടിയാണ്. നമ്മളറിയാമല്ലോ ടേർട്ടിൽ വെയിൻ, എല്ലാവർക്കും അറിയാം. ടേർട്ടിൽ വെയിൻ ഇങ്ങനെ കട്ടിക്ക് വളരാനായിട്ട് എന്താ ചേച്ചി ചെയ്യുകയെന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. ചെയ്യുന്നത് ഇതാണ്. നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് മാക്സിമം കുറയ്ക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ അടിയിൽ നമ്മുടെ ചാണകം കട്ട പിടിച്ചെടുക്കുന്ന ആ ഒരു പോർഷനാണ് ഞാൻ അടിയിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് ചകിരിയുടെ നാരുകളോ അല്ലെങ്കിൽ നമ്മുടെ കരിയിലോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനതിന് കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നത് ഈ ചാണകപ്പൊടിയും നമ്മുടെ കൊക്കോപീറ്റും അതുപോലെ തന്നെ മണ്ണുമാണ്. നമ്മുടെ ഇവിടുത്തെ മണ്ണ് നല്ല സോഫ്റ്റ് ആട്ടോ. ഈ ഒരു ഞാൻ ആദ്യം എടുത്ത് കൈ പിടിച്ച മണ്ണാണ്, നല്ല സോഫ്റ്റ് മണ്ണാണ്. ഇതാണ് മെയിനായിട്ടും ഇടുന്നത്. പിന്നെ നമ്മുടെ ടേർട്ടിൽ വെയിൻ്റെ കട്ടിങ്സ്, ടേർട്ടിൽ വെയിൻ കട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഗ്രോത്ത് വരുന്നത്. അപ്പോൾ ഞാൻ എല്ലാ മാസവും ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ ഈ ടേർട്ടിൽ വെയിൻ നമുക്ക് 2 രീതിയിൽ വെക്കാം. ഒന്നെങ്കിൽ നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് മണ്ണ് ജസ്റ്റ് ഒന്ന് തൂവി കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് കൊക്കോപീറ്റ് തൂവി കൊടുത്താൽ മതി. അപ്പം നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം, അല്ലെങ്കിൽ നല്ല തിക്കായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ഏറ്റവും നല്ലത്. ഒരു ബഞ്ച് പോലെ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുക. ഇതിങ്ങനെ വെച്ച് നമ്മൾ ചട്ടിയുടെ ചുറ്റും വെക്കണം. അപ്പം മാത്രമേ നമുക്ക് നന്നായിട്ടുള്ള റിസൾട്ട് വരുള്ളൂ. തീർച്ചയായും ഞാൻ ഇതിൻ്റെ റിസൾട്ട് 2-3 ദിവസത്തിൽ കഴിയുമ്പോൾ ഞാൻ ഇടും. കാര്യം നമ്മുടെ കൊക്കോപീറ്റും അതുപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടിയൊക്കെ നമ്മുടെ ടേർട്ടിൽ വെയിന് കളർ കൂട്ടാനൊക്കെ നല്ലതാണ്. ഗോമൂത്രം കിട്ടുവാണെങ്കിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ടേർട്ടിൽ വെയിന് നല്ല കേട്ടോ. ഈ യെല്ലോ കളറൊക്കെ മാറാനായിട്ട് അത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ഇങ്ങനെ നമ്മുടെ തിക്കായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു 3 to 4 ഡേയ്സിനകം ഇത് നന്നായിട്ട് പിടിക്കും, അത് ഉറപ്പാണ്. കാര്യം ജസ്റ്റ് ഇതിൻ്റെ സ്റ്റെമ്മിൽ തന്നെ ഇപ്പോൾ വേരുകളുണ്ട്. ഇത് നമ്മൾ വെറുതെ ഇട്ട് കൊടുത്താലും കേൾക്കും. കാര്യം നമ്മുടെ ഈ പേൾ ഗ്രാസിൻ്റെ ഇടയ്ക്ക് നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ടേർട്ടിൽ വെയിൻ നിൽക്കുന്നുണ്ട്. അപ്പം വേറൊരു വെറൈറ്റി കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെയും പേര് വേറെന്തോ ആണ്. ടേർട്ടിൽ വെയിൻ എന്ന് പൊതുവെ പറയാറുണ്ട് ഇതിനെ. ഇത് ഞാൻ ആ 2ാമത്തെ രീതി ചെയ്യുവാണ്. നമ്മുടെ പോട്ടിൻ്റെ ചുറ്റിനും ജസ്റ്റ് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു ഒരു പ്രത്യേക ടേർട്ടിൽ വെയിനാണത്, അതിനിട്ട് കൊടുത്തിട്ട് നമ്മൾ മണ്ണ് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നുള്ളൂ. 2 തരത്തിലാണ് നമ്മൾ രണ്ടും കിളിപ്പിച്ചിരിക്കുന്നത്. ഈ 2 തരവും നല്ല റിസൾട്ട് തരുന്നതാണ്. ഇതിന് വലിയ കെയറൊന്നും ആവശ്യമില്ല. എന്നാലും എപ്പോഴും വെള്ളം ഒഴിക്കാതിരിക്കാൻ ട്രൈ ചെയ്യുക. ഡ്രെയിനേജ് ഹോൾ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ ടേർട്ടിൽ വെയിൻ നന്നായിട്ട് തിക്കായിട്ട് വളരും കേട്ടോ.